അല്ലേ ഇതിൻ്റെ ഗർഭപാത്രം റിമൂവ് ചെയ്തിട്ട് ഒരു പെറ്റായിട്ട് വളർത്താമെന്ന് പറഞ്ഞു ഒരു ഡോക്ടർ പറഞ്ഞു. 20,000 രൂപ അതിനാകുമെന്നും പറഞ്ഞു. ഒരു 4-5 ഡോക്ടർമാർ കൈയൊഴിഞ്ഞു. അതെ 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 5 പേരോളം. 5 വർഷത്തെ കാത്തിരിപ്പ് ഇല്ലേ? അതെ, ഒഴിവാക്കാതെ അത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെന്ന് പറയുന്ന ഒരു സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. എന്ന് പറയുന്ന ഒരു ആന്ധ്രയിൽ നിന്ന് വരുന്ന ഒരു സണ്ണങ്കില്ലേ ഒറിജിനൽ നന്നായിട്ട് നമുക്ക് കാതരുന്ന ഒരു ഇനമാണ്. നല്ല രീതിയിൽ നമുക്ക് ചട്ടിയിൽ വളർത്താം. ചെടി കയറ്റി വെച്ചു. അതല്ല, ചെടികളുടെ കൂടെ തന്നെ വളർത്താം. നമസ്കാരം. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം മൂന്നാംകുറ്റിയിൽ നിന്ന് ഒരു 100 മീറ്റർ മാറി മങ്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്നൊരു അപൂർവ സൗഹൃദ കഥ പറയാനായിട്ടാണ്. അറവുകത്തിയിൽ നിന്ന് രക്ഷിച്ച ഭാഗ്യം സിദ്ധിച്ച ഒരു കൃഷ്ണപശു ഇവിടെ ഉണ്ട്. അതിന്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2.5 വർഷത്തിൽ കായ്ക്കുന്ന സണ്ണങ്കി എന്ന് പറയുന്ന ഒരു അപൂർവ തെങ്ങ് ഉണ്ട്. അതേപോലെ തന്നെ കുറ്റിക്കുരുമുളക് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് അന്വേഷിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ തൈകൾ ഒരുപാട് ഇവിടെ നമുക്കിന്ന് സെയിലായിട്ടും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്ത് കാണണം. നേരെ വീഡിയോയിലേക്ക്. നമസ്കാരം. ഞാനിത് കായംകുളം മൂന്നാംകുറ്റി ഒരു 100 മീറ്റർ ഉള്ളിലോട്ട് മാറി ഒരു നഴ്സറി നടത്തുന്നതാണ്. 8 വർഷമായിട്ട് നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു നഴ്സറിയാണ്. എനിക്ക് നാടൻ പശുക്കളെയൊക്കെ വലിയ ഇഷ്ടമാണ്. ഞാൻ നാടൻ പശുവിനെ വളർത്തുന്നുണ്ട്. വാങ്ങിയതിന് ശേഷം പിന്നെ ഒരു 4 വർഷത്തോളം പല ഡോക്ടർമാർ ഒരു 5-6 പ്രഗത്ഭരായ 5-6 ഡോക്ടർമാർ വന്ന് പരിശോധിച്ച് ഇതിനെ അറക്കാൻ കൊടുത്തവരെ ഇനിയും ഇത് പ്രഗ്നൻ്റ് ആകത്തില്ലെന്ന് പറഞ്ഞാണ്. അങ്ങനെ ഓച്ചിറയുള്ള ഒരു ഡോക്ടർ രതീഷ് എന്ന് വേറെ ഒരു ഡോക്ടർ പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ രതീഷ് ഡോക്ടറെ സമീപിക്കുന്നത്. പുള്ളി വന്നു ഇത് അടുത്ത ഹീറ്റിങ്ങിൽ നമുക്ക് കുത്തിവെക്കാം ചെന പിടിക്കുന്നത്. അങ്ങനെ കുത്തിവെച്ചു. കറക്റ്റ് ആ സമയത്ത് തന്നെ അത് പ്രസവിച്ചു. ഇപ്പോൾ പെൺകുട്ടിയാണ്. വളരെ സന്തോഷം. ഡോക്ടർക്ക് നന്ദി പറയുന്നു. അപ്പോൾ ആദ്യമുള്ള അനുഭവമൊക്കെ എന്തുവായിരുന്നു? ഇത് പിന്നെ എത്ര വട്ടം നമ്മൾ കുത്തിവെച്ചു? ഒരു 4 പ്രാവശ്യത്തോളം കുത്തിവെച്ചു. 4 പ്രാവശ്യം കുത്തിവെച്ചു. അപ്പോൾ ഈ വരുന്ന ഡോക്ടർമാരൊക്കെ എന്തോ പറയുന്നത്? അപ്പോൾ ഈ കുത്തിവെച്ചിട്ട് നമ്മൾ കാത്തിരിക്കില്ലേ? കാത്തിരിക്കാം. അപ്പോൾ അടുത്ത ഹീറ്റ് ആകുമ്പോൾ പിന്നെ അത് ആയില്ല എന്നുള്ളതല്ലേ. അതെ അതെ. അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത ആളിനെ വിളിക്കും. അങ്ങനെ ആ പ്രഗത്ഭരായ ഡോക്ടർമാർ, അതായത് മറ്റേ അല്ലാത്തവരല്ല, ഡോക്ടർമാരെ വന്നിട്ട് അപ്പം അവർ എല്ലാം പറഞ്ഞത് അല്ലേ ഇതിൻ്റെ ഗർഭപാത്രം റിമൂവ് ചെയ്തിട്ട് ഒരു പെറ്റായിട്ട് വളർത്താമെന്ന് പറഞ്ഞു ഒരു ഡോക്ടർ പറഞ്ഞു. 20,000 രൂപ അതിനാകുമെന്നും പറഞ്ഞു. അപ്പം നമ്മൾ എന്തായാലും കൊടുക്കുന്നില്ലെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇങ്ങനെ അന്വേഷിച്ചാണ് ഈ രതീഷ് ഡോക്ടറിലെത്തുന്നത്. അപ്പോൾ ഒരു 4-5 ഡോക്ടർമാർ കൈയൊഴിഞ്ഞു. അതെ 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 5 പേരോളം. രതീഷ് ഡോക്ടർ എവിടെ ഉള്ള? ഇവിടെ ഓച്ചിറ കൊല്ലം ജില്ല. അതെ അതെ. അപ്പോൾ അവിടെ താമസിക്കുന്ന ആള് ഡോക്ടർ തന്നെയാണ്. ആൾ വന്ന് നോക്കിയിട്ട് പറഞ്ഞത് ഒന്നുമില്ല, ഇത് ഉറപ്പായിട്ടും ചെന പിടിക്കുമെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി കുത്തിവെച്ചു. പുള്ളി വെച്ചൂരിൻ്റെ സെമനാണ് കുത്തിവെച്ചത്. ഇത് കൃഷ്ണായനത്തിൽപ്പെടുന്ന പശുവല്ലേ. അതെ അതെ അതെ. അപ്പോൾ കറക്റ്റ് ഡേറ്റിൽ അത് പ്രസവിച്ചു. അപ്പോൾ എന്തുവാ കുഴപ്പമെന്നാണ് പറഞ്ഞത്? ഈ ഒരുപാട് പേർക്ക് കൃഷ്ണപശു ചനയാകാതിരിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. ഓ ശരി. അപ്പം കൃഷ്ണയ്ക്ക് ചന പിടിക്കാത്തതുകൊണ്ട് അവർ ഒഴിവാക്കുന്നുണ്ട് കൃഷ്ണ പശുക്കളെ. ഇത്രയും നാൾ ഇവിടെ നിർത്തി അതിനോടുള്ള സ്നേഹം കൊണ്ട് കട്ടിങ്ങിന് ഒഴിവാക്കാതെ ചന പിടിച്ചിറങ്ങിയില്ല. അപ്പോൾ ഇത് എന്തായിരിക്കും ഇതിന് ശാശ്വത ഒരു പരിഹാരം ഈ ഡോക്ടർ ചെയ്തതെന്ന് വല്ലതും അറിയാമോ? അല്ല, അതിന് നമുക്ക് ഡോക്ടറുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് തരാം. അപ്പോൾ ഡോക്ടറിനെ കൃത്യം അറിയാൻ പറ്റും. കാരണം പലരും കൃഷ്ണയ്ക്ക് കുത്തി വെച്ചിട്ട് ചന പിടിക്കാത്ത ഒരു സാഹചര്യം ഉണ്ട്. പുള്ളി വന്ന് അടുത്ത ഹീറ്റിങ്ങിൽ പുള്ളിയെ വിളിക്കണമെന്നത് നമ്മളത് കറക്റ്റ് നോക്കിയിരുന്നു. ഒരു പ്രാവശ്യം വെച്ചപ്പോൾ തന്നെ ചന വെച്ചു. ഇപ്പൊ എന്താ പാല് കിട്ടുന്നുണ്ട് ഇവർക്ക്? ഇത് രാവിലെ നമ്മൾ 1.5 ലിറ്റർ പാല് കിട്ടും. രാവിലെ മാത്രമേ കറക്കുന്നുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുക. പാലുണ്ടെന്ന് തോന്നില്ലേ? ഉണ്ട്, കുഴപ്പമില്ല. പ്രശ്നമില്ല. ഇല്ല, 2.5 ലിറ്റർ പാല് കിട്ടുന്ന പശുവാണ്. ഈ ചന പിടിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ചേട്ടന് മാനസികമായിട്ടൊരു വിഷമം തോന്നിയില്ലേ? 4 പ്രാവശ്യം വിഷമമുണ്ട്. പിന്നെ നമുക്ക് ഈ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടേ ചാണകം ആവശ്യമാണ്. നഴ്സറി ഉള്ളതുകൊണ്ട് ഇതിന് അധികം തീറ്റ ചെലവില്ലല്ലോ. അപ്പം പിന്നെ നമ്മളതായിട്ടങ്ങ് നിർത്തി. അപ്പം നമ്മൾ എന്തായാലും കൊടുക്കത്തില്ലെന്ന് ഒരു തീരുമാനം എടുത്തു. എന്തായാലും കൊടുക്കത്തില്ല, പെറ്റില്ലേലും ശരിയാണ് അല്ലേ? അത് നമുക്ക് സന്തോഷത്തിന് വകയായില്ലേ. അതെ അതെ അതെ. അത്രയും ക്ഷമിച്ചതുകൊണ്ടില്ലേ? മാത്രമേ. ഇപ്പൊ എത്ര വർഷമായി ഇവിടെ വന്നിട്ടത്? ഇപ്പൊ 5 വർഷമായിട്ടാണ് എൻ്റെ 5 വർഷമായിട്ട് ഇപ്പോഴാണ് അത് പ്രസവിക്കുന്നത്. 5 വർഷത്തെ കാത്തിരിപ്പ് ഇല്ലേ? ഒഴിവാക്കാതെ അത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെന്ന് പറയുന്ന ഒരു സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ ഗോതമ്പ് തവിടാണ് കൊടുക്കുന്നത്. അത് 2 നേരം കൊടുക്കും. പിന്നെ പച്ചിലയൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം കച്ചിയും കൊടുക്കും. വലിയ ചെലവില്ല, നല്ല സ്നേഹം ഉള്ള പശു. നമ്മളോട് നല്ല സ്നേഹം. മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു
വെപ്രാളമൊക്കെ കാണിക്കും. പിന്നെ ഇവിടെ നമുക്ക് നേഴ്സറി ഇപ്പം 8 വർഷക്കാലം കൊണ്ടുണ്ട്. അതെ അതെ, നല്ല ഇനം തെങ്ങും തൈ. അപ്പോൾ ഈ തെങ്ങ് ഏതാ അപ്പം? ഇത് സണ്ണങ്കി എന്ന് പറയുന്ന ഒരു ആന്ധ്രയിൽ നിന്ന് വരുന്ന ഒരു സണ്ണങ്കി ഒറിജിനൽ സണ്ണങ്കി. ഒറിജിനൽ സണ്ണങ്കി. ആ, ഇതൊരു 2.5-3 വർഷം കൊണ്ട് നമുക്ക് കായ്ഫലം തരുന്നു. 2.5 വർഷം കൊണ്ട് കായ്ഫലം. ആ, അത് തന്നെ ഒറിജിനൽ. ഇതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ വരുന്നുണ്ട്. ഒറിജിനൽ. എന്തോ പൊക്കം വെക്കും ഇത്? ഇത് വളരെ പൊക്കക്കുറവാണ്. ഹൈബ്രിഡ് തെങ്ങ ഇത്. ഹൈബ്രിഡ് തെങ്ങ. അതെ അതെ. ഈ തേങ്ങയ്ക്ക് അത്യാവശ്യം വലിപ്പമുണ്ടോ? വലിപ്പമുള്ള നമുക്ക് ഇത് വെളിച്ചെണ്ണയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആണല്ലേ? ഇവിടെ ഇപ്പൊ ആവശ്യക്കാർക്ക് കുറെ കൊടുക്കാനുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. സണ്ണങ്കിയുടെ ഒറിജിനൽ പ്ലാന്റ് 60 രൂപ പ്രൈസിൽ. അതെ അതെ. സണ്ണങ്കി പ്ലാന്റ്. അല്ല, ഇത് ഈ സണ്ണങ്കിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2.5 വർഷത്തിൽ കായ്ക്കും. അതെ, അത്യാവശ്യം നല്ല പ്ലാന്റ് അല്ലേ? അതെ അതെ. ഇത് കണ്ടില്ല, അതിന്റെ ഗ്രോത്ത് കണ്ടില്ല. അതെ അതെ, നല്ല എല്ലാം നല്ല കരുത്തോടെ ഇരിക്കുന്ന പ്ലാന്റ്. ഇത് കുറ്റിക്കുരുമുളകിലെ കൈരളി എന്ന് പറയുന്ന ഒരിനം. നന്നായിട്ട് നമുക്ക് തരുന്ന ഒരു ഇനമാണ്. നല്ല രീതിയിൽ നമുക്ക് ചട്ടിയിൽ വളർത്താം. അതാണ്, ചെടികളുടെ കൂടെ തന്നെ വളർത്താം. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതെല്ലാം ഒരു 10 ചട്ടി പോലും ചെയ്യാൻ പറ്റില്ല. അതെ അതെ, ഒരു 10. എനിക്ക് തോന്നുന്നു കുറ്റിക്കുരുമുളക് ഇവിടെ ധാരാളം ഉണ്ടെന്ന് തോന്നുന്നു. ആവശ്യക്കാർക്ക് കൊടുക്കാനുണ്ട്. തിപ്പലിയൽ ഗ്രാഫ്റ്റ് ചെയ്തതുകൊണ്ട്. തിപ്പലിയെ ഗ്രാഫ്റ്റ് ചെയ്തതുകൊണ്ട് അതാകുമ്പോ കുറെ കൂടെ അഴുകൽ രോഗം മറ്റേതൊന്നും വരാതെ നിന്നോളും. ഈ വെള്ളം കെട്ടി നിന്നാലും കുഴപ്പമില്ല. ചെറിയ തൈകളും ഉണ്ടല്ലോ, ചെടിച്ചട്ടിക്കകത്ത് വെച്ചേക്കുന്നുണ്ട്. ചെറിയ കവർ തൈകളും ഒക്കെ ഉണ്ട്. അതെ അതെ. അപ്പൊ ആവശ്യത്തിന് കുറ്റിക്കുരുമുളക് കൊടുക്കാനായിട്ടുണ്ട്. ഉണ്ട്. ചേട്ടാ, ഒരുപാട് പേര് ചാന പിടിക്കാത്തതുകൊണ്ട് നാടൻ പശുക്കളെ ഒഴിവാക്കിയിട്ടുണ്ട്. അതും കട്ടിങ്ങിനായിട്ട് കൊടുത്താണ് പലരും ഒഴിവാക്കിയേക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചേട്ടന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശമുണ്ട്. നാടൻ പശു എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് എൻ്റെ അനുഭവത്തിൽ. കാര്യം തീറ്റ ചെലവ് വളരെ കുറവ് മതി, നമ്മളോടുള്ള ഇണക്കം, പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ട ചാണകം എല്ലാം കിട്ടും. ഇത് വളർത്തുന്നതിന് വളരെ ചിലവ് കുറവ്. കഴിവതും ആരും അങ്ങനെ ഒഴിവാക്കരുതെന്നാണ് എൻ്റെ നിർദ്ദേശം. കാര്യം ഏറ്റവും വീടിനും ഒരു ഐശ്വര്യമില്ലേ. നല്ല പാല്, നല്ലതെന്ന് പറഞ്ഞാൽ നല്ല, നമുക്ക് നല്ല കട്ടി കൂടുതലല്ല ഈ പാലിന് കേട്ടോ. നമുക്ക് മറ്റേ പശുവിൻ്റെ ഇതുമായിട്ട് നമുക്ക് കഴിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല. ഇവിടെ ഈ കൃഷ്ണപശുവിന്റെ ഇണക്കം എങ്ങനെയുണ്ട്? കൊമ്പൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു ഭയം പോലെ തോന്നും. പക്ഷെ രാവിലെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അതിന്റെ സ്നേഹം കാണണം. നമ്മളെ ഒന്ന് ഉരസിയേ അത് നിൽക്കത്തുള്ളൂ. അത്രയ്ക്ക് സ്നേഹമുള്ള. നമ്മളത് ഒഴിവാക്കത്തില്ല. കാര്യം ഒഴിവാക്കാനായിരുന്നു അതിന്റെ സമയം കഴിഞ്ഞിപ്പോൾ. ഇപ്പം അത് കാര്യം അത്രയ്ക്ക് സ്നേഹമുള്ള പശു. പിന്നെ പറഞ്ഞാൽ ഈ വരുന്ന എല്ലാ ഡോക്ടർമാരൊന്നും കറക്റ്റല്ല. അല്ലല്ല, അയ്യോ, അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. അവര് ജസ്റ്റ് നോക്കിയിട്ട് അവരുടെ ഫീസ് മേടിക്കുന്നു, എന്നിട്ട് പറയുന്ന ഇത് ഒഴിവാക്കിയേക്കാം. നമ്മുടെ ഒരു മനോവിഷമം ഒന്നും അവർ കാണത്തില്ല. ഇല്ലല്ലോ, ഒഴിവാക്കിയേക്കാൻ ഒരു പേരിന് വേണ്ടി ഡോക്ടർ അത്രേ ഉള്ളൂ. നല്ല ഡോക്ടർമാർ അത്രേ ഉള്ളൂ. അവര് വന്ന് ഇത് നമുക്ക് ഗുണം വന്നാലും ദോഷം വന്നാലും അവർക്ക് അവരുടെ ഫീസ് കിട്ടും. അതെ അതെ. പിന്നെ അവർക്ക് എന്താ ഒഴിവാക്കിക്കോട്ടെന്നായിരിക്കും. കർഷകരോട് ഒരു താല്പര്യം, ഒരു പ്രതിബദ്ധത. എന്റെ അനുഭവത്തിൽ അതാ. എത്ര ഡോക്ടർമാർ ഇവിടെ വന്നിട്ട് പോയി അല്ലേ? 5 പേര് വന്ന് 6ാമത്തെ ആളാണ് ഈ രതീഷ് ഡോക്ടർ. ആള് നല്ല ആത്മാർത്ഥതയുള്ളതാണ്. കാര്യം ഞാൻ ഇതിന്റെ എല്ലാ ഓരോ കാര്യങ്ങളും പുള്ളിയെ വിളിച്ച് പറയുകയും ചെയ്തു. ഈ തേനീച്ച വളർത്തുന്നവർക്ക് ഈ ചെടി വെച്ചാൽ നല്ലതല്ലേ? ഇഷ്ടം പോലെ തേനീച്ച വരും. എന്തോ ഈ ചെടിയുടെ പേര്? ആന്റിക്കനോ? തേനീച്ച ഒരുപാട് ആകർഷിക്കുന്ന ചെടിയല്ലേ? നമുക്ക് വളർത്തലുണ്ട്. ഇതിനകത്ത് ഒരുപാട് തേൻ കാണും അല്ലേ ചെടിക്ക്? അപ്പൊ ഇതിന്റെ തൈകൾ അവൈലബിൾ ആണല്ലോ അല്ലേ? തേനീച്ച വളർന്നാണ്ട് എന്തുമാത്രം തേനീച്ചയാന്ന് നോക്കിയത്. തേനീച്ചക്ക് ഏറ്റവും ബെസ്റ്റ്. എല്ലാത്തരം ഫലവൃക്ഷങ്ങളും ഇവിടെ ഉണ്ട് അല്ലേ ആവശ്യക്കാർക്ക് അല്ലേ? പ്ലാവിന്റെ ഒക്കെ കുറെ വെറൈറ്റി ഉണ്ട്. വിയറ്റ്നാം ഏർലി ഉണ്ട്. എല്ലാം ഹോം ഗ്രോണിന്റെ തൈകളാ അല്ലേ? നല്ല ക്വാളിറ്റി തൈകളാണ്. നമുക്ക് സെയിലുള്ള ആണ്. പിന്നെ അവരുടെ NIT എന്ന് പറയുന്ന ഒരു ഫേമസ് റംബുട്ടാൻ. റംബുട്ടാൻ അതാകുമ്പോ ഈ കുരുവിൽ നിന്ന് നടന്നു പോയി അല്ലേ? വലിപ്പമുള്ള റംബുട്ടാൻ. അതിന്റെ തൈകളെല്ലാം ഉണ്ട്. അത്യാവശ്യം ചെടിയുടെ പ്ലാന്റുകളും ഉണ്ട് അല്ലേ? പെട്ടെന്ന് കായ്ക്കുന്ന ഇത് പേരൊക്കെ പിടിച്ചു വെക്കുന്ന പ്ലാന്റുകളും ഇവിടെ ഉണ്ട്. പിങ്ക് എന്നും പറഞ്ഞു. ഇത് നമ്മളിവിടെ ഒരുപാട് സെയിൽ ചെയ്യും. പേരകളൊക്കെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അവരുടെ എല്ലാ ഐറ്റവും ഉണ്ട്. അത്യാവശ്യം ഇതും ഉണ്ടല്ലേ? ഫലവൃക്ഷങ്ങൾ ധാരാളമായിട്ടുണ്ട്.
ഇതെല്ലാം അഗ്ലോണിമ വിഭാഗത്തിൽ ഇൻഡോർ പ്ലാന്റ്. അഗ്ലോണിമ കുറേ വെറൈറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഗാർഡന്റെ വർക്ക് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയുള്ള ഗാർഡന്റെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യപ്പെട്ട വീട്ടിൽ പോയിട്ട് ഇവര് പറയുന്ന എല്ലാം വെച്ചിട്ട് ചെയ്തു. വസ്തുവിലേക്ക് വരുമ്പോഴേ ഒരു ഗാർഡൻ ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യും. 8 വർഷം കൊണ്ട് ഗാർഡൻ ചെയ്യുന്നുണ്ട്. അതെ. അപ്പൊ ഈ നാടൻ പശു എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനും കൂടെ വളരെ ഫലപ്രദം അല്ലേ? പിന്നെ അതിന്റെ ചാണകം നമ്മളിതെല്ലാം പോട്ട് ചെയ്യുമ്പോഴേ അതുകൊണ്ട് നാടൻ പശുവിന്റെ ചാണകം, ഒരു നാടൻ പശു ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പറ്റും തീർച്ചയായിട്ടും. കൃഷ്ണ പശുവിനോട് ഒരു താല്പര്യം വരാനുള്ള കാരണം എന്താ? കൃഷ്ണ പശുവിനോട് വെച്ചൂര് കാസർഗോഡ് ഉള്ളനൊക്കെ ആണല്ലോ ധാരാളം കളറിനോടൊരു പണ്ടേ ഒരു താല്പര്യം ഉണ്ട്. അപ്പം അങ്ങനെ വെള്ള കളർ അല്ലേ? അങ്ങനെ. പക്ഷെ അത് ഒരു ആദ്യമേ ഇച്ചിരി പ്രയാസം വന്നതിൽ ഇപ്പൊ ഒരു സന്തോഷത്തിൽ എത്തിയിരിക്കുന്നു. ഇതിന്റെ ഒറിജിനൽ ഇത് കിട്ടുന്നില്ല. നമുക്ക് വെള്ള കുഞ്ഞുങ്ങളെ കിട്ടാൻ ആ സെയിം ക്വാളിറ്റി അതെന്താ ഇവിടെ അല്ല. കൃഷ്ണ പശുവിന്റെ ശ്രമം കിട്ടാനില്ല. അതിന്റെ സേവനം സ്റ്റോറിങ് ആയിട്ടില്ല. ഇവിടെ ഇല്ല, കേരളത്തിൽ അവൈലബിൾ അല്ല സാധനം. ഓ ശരി. ഇനി ആരെങ്കിലും എവിടെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. കാരണം കൃഷ്ണപശുക്കളെ ധാരാളമായിട്ട് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പലരും. അതിനെ പലരും ആവശ്യക്കാരെ മേടിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ തന്നെ ക്വാളിറ്റി കുട്ടികളെ ഇറക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അത് പലരും പരാതി പറയുന്നുണ്ട്. അതിന്റെ സെമൻ ഇല്ല. എവിടെങ്കിലും കിട്ടാനുണ്ടെ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്ന കമന്റ് ചെയ്യണം. ഒരിടത്തും നമ്മളെ ഒരുപാട് അന്വേഷിച്ച. അപ്പൊ ഈ ഗാർഡൻ ഒക്കെ ചെയ്യേണ്ടവർക്ക് ദൂരമൊക്കെ ആണെങ്കിൽ പോയി ചെയ്തു കൊടുക്കും. എല്ലാം ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് ദൂരമൊക്കെ ചെയ്ത് കൊടുക്കും. അടുത്തല്ല വർക്കുകൾ ദൂരെ. ഇവിടെ വെട്ടമുണ്ട് കേട്ടോ. ഇടിക്കണ്ട അവിടെ കുഞ്ഞുങ്ങളെ ഒരുപാട് ഡോക്ടർമാർ വിധി എഴുതിയതാണ് ഇതിനെ കട്ടിങ്ങനായിട്ട് ഒഴിവാക്കിയേക്കാനെന്ന്. കാരണം അതിന് ചന പിടിക്കത്തില്ല എന്നുള്ള വിധി എഴുത്തോടു കൂടിയാണ് പല ഡോക്ടർമാരും ഇവിടെ വന്നിട്ട് പോയത്. എന്നിട്ടൊന്നും ഇതിനെ ഒഴിവാക്കാനായിട്ട് തയ്യാറായില്ല. ലാസ്റ്റ് വിജയിച്ചു. ആ ഒരു സന്തോഷമാണ് നിങ്ങൾക്ക് ഇന്ന് വീഡിയോ കൂടി നമ്മൾ പങ്കുവെച്ചത്. അപ്പോൾ ഇവിടെ എത്തിയപ്പം അദ്ദേഹത്തിന് ഒരു സ്ഥാപനമുണ്ട്, നഴ്സറി. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് വീഡിയോ കൂടി കാണിക്കാൻ പറ്റുന്നില്ല. അപ്പം താല്പര്യമുള്ളവർ വിളിച്ചാൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെ അദ്ദേഹം പറഞ്ഞു തരും. അപ്പോൾ ഗാർഡനും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അദ്ദേഹം. അപ്പം ഡോക്ടർമാരുടെ അനുഭവം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. നല്ല ഡോക്ടർമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പലരും വെറും ഉദ്യോഗത്തിനായിട്ട് മാത്രം ഇറങ്ങുന്നവരാണ്. അവർക്ക് ഫീസ് മാത്രം മതി. ആത്മാർത്ഥത വളരെ കുറവാണ്. എത്രയോ ഡോക്ടർമാർ കഴിഞ്ഞിട്ട് ആണ് ഈ ഒരു ഡോക്ടർ വന്നിട്ട് ഈ പശുവിനെ ചനയാക്കി ഇറക്കിയത്. അപ്പോൾ ഈ ഒരു അനുഭവമാണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ചത്. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.